പ്രവാസികളായ നമ്മളെപ്പോഴും വിമാനയാത്രക്കാരായി മാറുന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ള കാര്യം അറിയിക്കാൻ ഇന്നലെ ചെന്നൈ വിമാനത്താവളത്തിലുണ്ടായ ചില സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുകയാണ്. സിംഗപ്പൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ കയറിയിരുന്ന 200-ലധികം യാത്രക്കാർ ഇപ്പോൾ വിമാനം പുറപ്പെടും എന്ന് പറഞ്ഞിങ്ങനെ തയ്യാറായിരിക്കവേ പൈലറ്റ് വരുന്നു, ക്രൂ അംഗങ്ങൾ വരുന്നു, എല്ലാം റെഡിയാണെന്നുള്ള അറിയിപ്പും വന്നു, വിമാനം പറക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു. പക്ഷേ വിമാനം പറന്ന് സിംഗപ്പൂരിലെത്താൻ ആകെ വേണ്ടത് 4 മണിക്കൂറും 15 മിനിറ്റും, ഏതാണ്ട് 3000-ഓളം കിലോമീറ്റർ ഉണ്ടല്ലോ. പക്ഷേ 5 മണിക്കൂറിലധികം ഈ 200-ലധികം യാത്രക്കാരും വിമാനത്തിനകത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ദുരവസ്ഥ. സാധാരണ ഇൻഡിഗോ ഇങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നതല്ല. മറ്റു ചില വിമാന കമ്പനികൾ ഇങ്ങനെ ആളെ പിടിച്ച് അകത്തിരുത്തിയിട്ട് പുറപ്പെടാതിരിക്കുന്നതിനൊക്കെ പ്രശസ്തമാണ്. പക്ഷേ ഇൻഡിഗോ അങ്ങനെ അല്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്നത്, ഇന്നലെ ക്യാപ്റ്റൻ വന്ന് വിമാനം പറത്താൻ വേണ്ടി നോക്കുമ്പോൾ ക്യാബിൻ ടെമ്പറേച്ചർ കൂടുതലാണ് എന്നൊരു തോന്നൽ. അങ്ങനെയാണെങ്കിൽ ഒന്ന് എഞ്ചിനീയറിംഗ് ടീമിനെ വിളിച്ചിട്ട് അതൊന്ന് പരിശോധിപ്പിക്കാമെന്ന് കരുതി എഞ്ചിനീയറിംഗ് ടീമിനെ വിളിച്ചു. കറങ്ങിത്തിരിഞ്ഞ് എഞ്ചിനീയർമാരൊക്കെ വിമാനത്തിനകത്ത് വന്നപ്പോൾ സമയം വൈകി, ഈ ക്രൂ അംഗങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിയുന്നു. അങ്ങനെ യാത്രക്കാരെ ഉപേക്ഷിച്ചിട്ട് ക്രൂ അംഗങ്ങൾക്ക് പോകേണ്ടി വന്നു. പകരം ക്രൂ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 4-5 മണിക്കൂറധികം വേണ്ടി വന്നു. പക്ഷേ ഇവിടെയൊക്കെ ഒരല്പം മനസ്സാക്ഷിയോടുകൂടി ഉദ്യോഗസ്ഥർ പെരുമാറിയെങ്കിൽ, ഡ്യൂട്ടി സമയം കഴിഞ്ഞെങ്കിൽ വണ്ടി ഓടിക്കണമെന്നല്ല ഈ പറയുന്നത്, അതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നത് വരെ ഏറ്റവും മാന്യമായ വിധത്തിൽ ഈ യാത്രക്കാരെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ, അവരെ പുറത്ത് കൊണ്ടിരുത്തി ചായയോ വെള്ളമോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണമോ ഒക്കെ കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ച് ഇരിക്കാനോ താമസിക്കാനോ കിടക്കാനോ വിശ്രമിക്കാനോ ഒരു സ്ഥലം തയ്യാറാക്കി കൊടുത്ത്, കൊച്ചുകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, ഇങ്ങനെയുള്ള ആളുകളൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു സംസ്കാരവും മുന്നോട്ട് പോകില്ല. അതാണ് ഇത്രയും വലിയ പ്രക്ഷോഭമുണ്ടായത്, വാർത്തകളായി നിറയുന്നത്. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും ഇത് വരുമ്പോൾ നമ്മൾ ഈ യാത്രക്കാർ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ വിമാനയാത്രയുമായി മുന്നോട്ട് പോകുന്ന വലിയ വലിയ വിമാന കമ്പനികളോ അതിന് നയിക്കുന്നവരോ ഇതിലൊക്കെ ഒരു മനസ്സാക്ഷിയോട് കൂടി ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ സുരക്ഷയാണല്ലോ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, സുരക്ഷയുടെ ഭാഗമാണ് ഈ മനസ്സമാധാനം കൊടുക്കലും എന്ന കാര്യം കൂടി അറിഞ്ഞുകൊണ്ട് പെരുമാറണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.